മഴ മാറിയ അന്തരീക്ഷം നോക്കി എല്ലാവരും പത്തനാപുരം മഞ്ചള്ളൂരിലേക്കുള്ള NSS ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു. ഞങ്ങളും പ്രധാന കവാടത്തിലെത്തി അകത്തേക്ക് കയറി നോക്കുമ്പോൾ നല്ല തിരക്ക് കാണാം. അവിടേക്ക് ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ തള്ളോട് തള്ള്. ഒരു പൂ ചോദിച്ചവർക്ക് ഒരു പൂക്കാലം തന്നെ സമ്മാനിച്ചിരിക്കുകയാണ് ഇവിടെ. കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പോത്സവമാണ് പത്തനാപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. 35,000 ചതുരശ്ര അടിയിൽ ഒരുക്കിയിട്ടുള്ള ഈ അപൂർവ കാഴ്ചയിൽ കണ്ണും നട്ടിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. എല്ലാവരും മൊബൈൽ ഫോൺ ഫുൾ ചാർജിട്ടിട്ടാണ് ഇവിടേക്ക് പ്രവേശിക്കുന്നത് പോലും. പുഷ്പോത്സവം നേരിൽ കണ്ട് ആസ്വദിക്കുന്നതിനുമപ്പുറം ഫോണിൽ ചിത്രങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലൈക്ക് നേടുന്ന തിരക്കിലുമാണ് ചിലരൊക്കെ. എത്രയെടുത്താലും ദൃശ്യങ്ങൾ പകർത്തി ആർക്കും മതിയാകുന്നില്ല. ഒരു തവണ വന്നു പോകുന്നവർ അടുത്ത ദിവസം വീണ്ടും എത്തുന്ന കാഴ്ചയും ഇവിടെ തന്നെയുണ്ട്. അങ്ങനെയിരിക്കെയാണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമൊക്കെയായിരുന്ന K. രാജഗോപാലും പത്നി ലതിക രാജഗോപാലും പുഷ്പോത്സവ നഗരിയിലേക്ക് എത്തിയത്. പൂക്കളെ താലോലിച്ചും അതിൻ്റെ ഭംഗി ആസ്വദിച്ചും നഗരിയിൽ ഏറെ നേരം ചെലവിട്ട ശേഷമാണ് അവർ മടങ്ങിപ്പോയതും. പത്തനാപുരം ഫെസ്റ്റിൻ്റെ ഭാഗമായി ഇതുപോലുള്ളൊരു ഫ്ലവർ ഷോ ആദ്യമാണ്. ഈ പ്രദേശത്തെ ആളുകൾ ആസ്വദിക്കാനും ഫെസ്റ്റിൻ്റെ തന്നെ പ്രാധാന്യം വർദ്ധിപ്പിക്കാനും അത് സഹായിച്ചിട്ടുണ്ട്. ഇതിനോടനുബന്ധമായി നഴ്സറികളുടെ സെയിൽസും ചെടിയും പൂക്കളുമെല്ലാം വാങ്ങിക്കാനുള്ള അവസരം കിട്ടുകയും കൂടെ ചെയ്താൽ കൂടുതൽ നന്നാവും. ഇത്രയധികം പൂക്കളെക്കുറിച്ചും പഠിക്കാനും സംസ്ഥാനത്തൊട്ടാകെയുള്ള ഒരു ഫ്ലവർ ഷോയുടെ ആ ഒരു ആകർഷകത്വം നാട്ടുമ്പുറങ്ങളിൽ കൂടി എത്തിക്കാനും എല്ലാം കഴിയുന്നത് വളരെ മെച്ചപ്പെട്ട ഒരു സമീപനമാണ്. നേരത്തെ പത്തനാപുരത്ത് ഇങ്ങനെ ഒരു ഫ്ലവർ ഷോ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് പത്തനാപുരത്ത് ഇങ്ങനെ ഒരു ഫ്ലവർ ഷോ. അതിൽ വളരെ സന്തോഷമുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ആസ്വാദ്യമാണ്. പൂക്കളെ ഏറെ ഇഷ്ടപ്പെടുന്നുവെന്ന് രാജഗോപാലും ഭാര്യ ലതിക രാജഗോപാലും പറഞ്ഞപ്പോൾ ഓർമ്മകൾ ബാല്യകാലത്തേക്ക് ചുവടുവെച്ചു തുടങ്ങുന്നത് കാണാമായിരുന്നു. ഊഞ്ഞാലാടിയും പുഷ്പങ്ങളെ അടുത്തെറിഞ്ഞുമൊക്കെ അവർ നടന്നു നീങ്ങുമ്പോഴും ഉദ്യാനത്തിലെ പൂക്കൾ അവരെ മാടി വിളിച്ചുകൊണ്ടേയിരുന്നു.